Hi everyone, after a quite long time, I'll be back. So today ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് നമ്മുടെ എക്കണോമിക് ലോഡ് ഡെസ്പാച്ചിനകത്തുള്ള ന്യൂമറിക്കൽ നമ്പർ 3 ഓൾറെഡി രണ്ട് ന്യൂമറിക്കൽ എക്കണോമിക് ലോഡ് ഡെസ്പാച്ച് എസ്സേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരാൻ ചാൻസ് ഉള്ള വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ന്യൂമറിക്കൽ എഴുതി എടുത്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നോക്കിക്കോ മക്കളെ, മിസ് ഇവിടെ ക്വസ്റ്റൻ എഴുതിയിട്ടുണ്ട്. ദ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് ഫോർ 2 യൂണിറ്റ്സ് ഓഫ് എ പ്ലാന്റ് ആർ df1 by dp1 is equal to 0.01 p1 plus 11 and df2 by dp2 is equal to 0.012 p2 plus 8. Find the savings in rupees per hour for economic distribution of load compared with equal load sharing for total output 750 megawatt. അപ്പം ഈ രണ്ട് കണ്ടീഷന്റെയും അല്ലെങ്കിൽ ഈ രണ്ട് യൂണിറ്റിന്റെയും എക്കണോമിക് ടോട്ടൽ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 750 മെഗാവാട്ട് ആണ്. ഈ 750 മെഗാവാട്ടിന്റെ മാക്സിമം സേവിങ്സ് ഇൻ റുപ്പീസ് പെർ അവർ കണ്ടുപിടിക്കണം ഫോർ ടു കണ്ടീഷൻസ് കോൾഡ് വൺ ഇസ് ദ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ അതർ വൺ ഇസ് ദി അല്ലെങ്കിൽ എക്കണോമിക് ലോഡ് ഷെയറിങ്ങും രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈക്വൽ ലോഡ് ഷെയറിങ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സം ഓഫ് ദ ഈ പ്ലാന്റിന്റെ രണ്ട് യൂണിറ്റിന്റെയും ടോട്ടൽ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 750 മെഗാവാട്ട് ആണ് അല്ലേ. സോ നമുക്കത് P1 plus P2 is equal to 750 മെഗാവാട്ട് എന്ന് എഴുതാലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്ലാന്റ് 750 മെഗാവാട്ട് ഹാവിംഗ് 2 യൂണിറ്റ്സ്. ആ 2 യൂണിറ്റിന്റെ സമ്മ് 750 മെഗാവാട്ട് ആണെന്ന് ആദ്യം നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷനിലെ സ്റ്റെപ്പ് നമ്പർ 1 നമുക്ക് എഴുതാം. ഞാൻ ബോർഡ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് തുടങ്ങട്ടെ. നോക്കിക്കോ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ടോട്ടൽ സം ഓഫ് ദ പ്ലാന്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് P1 plus P2 is equal to 750 മെഗാവാട്ട് ആണ് അല്ലെ. 750 മെഗാവാട്ട് ആണ് ടോട്ടൽ പ്ലാന്റിന്റെ ഔട്ട്പുട്ട്. ഈ വാല്യൂ ഇത് എടുത്തിട്ടുണ്ട്. ഇനി രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സേവിങ്സ് ഇൻ റുപ്പീസ് പെർ അവർ കണ്ടുപിടിക്കാനുള്ളത് എക്കണോമിക്കലി ലോഡ് ഷെയർ ചെയ്യുമ്പോഴും ഈക്വലി ലോഡ് ഷെയർ ചെയ്യുമ്പോഴും ആണ്. സോ ദ കണ്ടീഷൻ ഫോർ എക്കണോമിക് ലോഡ് ഷെയറിംഗ് കണ്ടീഷൻ ആണ് എക്കണോമിക് ലോഡ് ഷെയറിംഗ് കണ്ടീഷൻ എന്റെ കൂടെ എഴുതിക്കോണേ നിങ്ങൾ. condition df1 by dp1 is equal to df2 by dp2. ഓക്കെ, ഇതാണ് നമ്മുടെ എക്കണോമിക്കലി ലോഡ് ഷെയർ ചെയ്യുമ്പോഴുള്ള നമ്മുടെ കണ്ടീഷൻ. അങ്ങനെയാണെന്ന് വെച്ചാൽ df1 by dp1 നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, df2 by dp2 നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസും ഈക്വൽ ആവും. ഈക്വൽ ആയിട്ട് റുപ്പീസ് പെർ അവർ നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് എക്കണോമിക് ലോഡ് ഷെയറിംഗ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ കണ്ടീഷൻ എന്താ? df1 by dp1 എന്ന് പറയുന്നത് 0.01 p1 plus 11 is equal to df2 0.012 p2 plus 8. 0.012 p2 plus 8. ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി എടുക്കുവാണെങ്കിൽ 0.01 p1 minus 0.012 p2 is equal to 8 minus 11 അല്ലേ, which is equal to 0.01 p1 minus 0.012 p2 is equal to minus 3. ഇത് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2 ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവല്ലേ. ആൻഡ് ഇക്വേഷൻ നമ്പർ 1 is this. ഇക്വേഷൻ നമ്പർ 1 എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. സോ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P1 എത്രയാ P2 എത്രയാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സോൾവിങ് ഇക്വേഷൻ 1 and 2 കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇക്വേഷൻ സൊല്യൂഷനിൽ രണ്ട് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് P1ന്റെ P2ന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇവിടെ വാല്യൂ എഴുതാം. ഇപ്പൊ എനിക്ക് ഇവിടെ P1 എന്ന് പറയുന്നത് 272.72 മെഗാവാട്ടും P2 എന്ന് പറയുന്നത് 477.272 മെഗാവാട്ടും എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ രണ്ട് പ്ലാന്റിന്റെ രണ്ട് യൂണിറ്റ്സിന്റെ വാല്യൂസ് ആണ്, മെഗാവാട്ട് യൂണിറ്റ്സ് ആണ്. അതായത് എത്ര പവർ ഉണ്ടെന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഈ പവറിന്റെ എന്താ കണ്ടുപിടിക്കാനുള്ള? സേവിങ്സ് ഇൻ റുപ്പീസ് പെർ അവർ ആണ് കണ്ടുപിടിക്കാൻ, എമൗണ്ട് ആണ് കണ്ടുപിടിക്കുക. എത്ര എമൗണ്ട് സേവ് ചെയ്യാം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു പ്ലാന്റിന്റെ യൂണിറ്റ് ഇത്ര അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഔട്ട്പുട്ട് പവർ ഇത്ര എന്ന് വെച്ചുകൊണ്ട് നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല.
അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ നീഡഡ് ആയിട്ടുണ്ട്. ആ ഇക്വേഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അടുത്ത കേസ് എടുക്കുക, ഈക്വൽ ലോഡ് ഷെയറിംഗ് ചെക്ക് ചെയ്യാം. ഈക്വൽ ലോഡ് ഷെയറിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഈക്വലി ഡിവിഷൻ വന്നാൽ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് 750 മെഗാവാട്ട് ഉള്ള ഒരു പ്ലാന്റ്, അതിന് 2 യൂണിറ്റ് ആണ് വർക്കിംഗ് ആയിട്ടുള്ളത്. ആ 2 യൂണിറ്റിന്റെയും സം ഓഫ് ദ ടോട്ടൽ പവർ അല്ലെങ്കിൽ സം ഓഫ് ദ പവർ എന്ന് പറയുന്നത് എന്താണ്? 750 മെഗാവാട്ട് ആണ്. അങ്ങനെ 750 മെഗാവാട്ട് ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റ് എത്രയായിരിക്കും? ബൈ 2 ചെയ്താൽ മതിയല്ലോ, ബിക്കോസ് 2 യൂണിറ്റ് അല്ലേ റണ്ണിങ് ആയിട്ടുള്ളേ. അപ്പൊ ആ 2 യൂണിറ്റിന്റെയും സം 750 ആണെങ്കിൽ ഒരെണ്ണം എന്ത് ചെയ്താൽ മതി? 750 ബൈ 2 ചെയ്താൽ മതി. എങ്ങാൻ നിങ്ങൾക്ക് 3 യൂണിറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ടോട്ടൽ പവർ ഡിവൈഡ് ബൈ 3 ചെയ്യാം. 4 യൂണിറ്റ് ആണ് തന്നിട്ടുള്ളെങ്കിൽ ടോട്ടൽ പവർ ഡിവൈഡ് ബൈ 4 ചെയ്യാം. ഇൻ ദിസ് ക്വസ്റ്റൻ വി ഹാവ് ഓൺലി 2 യൂണിറ്റ്സ് ആൻഡ് ദ സം ഓഫ് ദ പവർ 750 മെഗാവാട്ട്. സോ ഇൻ ദ കേസ് ഓഫ്, ഇങ്ങനെ എഴുതിക്കോ, ഇൻ ദ കേസ് ഓഫ് ഈക്വൽ ലോഡ് ഷെയറിംഗ്, നമ്മളിപ്പോ എക്കണോമിക്കിന്റെ അത്രയും അവിടം വരെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടം വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഈക്വൽ ലോഡ് ഷെയറിംഗ് ചെയ്യുവാണേ. P1 plus P2 is equal to 750 megawatt, which means P1 is equal to 750 by 2, 375 megawatt, and P2 is equal to again 375 megawatt. Yeah, it's again 375 megawatt. 375 plus 375 എത്രയാ? 750 കിട്ടുമല്ലോ. അപ്പോൾ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതുവരെ കിട്ടി. ഇപ്പോഴും നമുക്ക് എമൗണ്ട് അല്ലെങ്കിൽ സേവിങ്സിന് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ എഴുതിയെടുക്കണേ. അപ്പൊ നമ്മൾ P1 P2 രണ്ട് കണ്ടീഷനേത് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. ഫോർ ഫൈൻഡിങ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതണം. ഫോർ ഫൈൻഡിങ് ദി ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ്, for finding the total fuel cost, dF1 by dP1 എന്നുള്ള ഇക്വേഷനും dF2 by dP2 എന്നുള്ള ഇക്വേഷനും ഇന്റഗ്രേറ്റ് ചെയ്ത് F1ഉം F2 നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സോ dF1 by dP1 എന്ന് പറയുന്നത് 0.01 P1 plus 11 കിട്ടി, ഇൻഡ് 0.01 P1 plus 11. ഇതിനെ F1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റിംഗ് അല്ലെ, ബോത്ത് സൈഡ്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓഫ് dF1 by dP1 which is equal to integral of 0.01 P1 plus 11 കിട്ടും. ആണല്ലോ. വിത്ത് റെസ്പെക്ട് ടു ഇതിന് എന്തില്ല? P1ലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലെ, dP1 അല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ dP1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ P1 സ്ക്വയർ ബൈ 2 കൂടി വരത്തില്ലേ, സ്ക്വയറും പോയിട്ട് ബൈ 2 വരുമല്ലോ. അങ്ങനെ ബൈ 2 വന്നപ്പോഴാണ് 0.01 ബൈ 2 വിച്ച് ഇസ് 0.005 P1 സ്ക്വയർ പ്ലസ് 11 P1. 11 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് P1 കൊടുത്താൽ മതി, പ്ലസ് ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് C1. ഇത് ഞാനൊരു ഇക്വേഷൻ ആക്കി മാർക്ക് ചെയ്തിടാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് F1 കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ നമ്മൾ ഫ്യൂൽ കോസ്റ്റ് എന്തിന്റെ കണ്ടുപിടിക്കണം? സെക്കൻഡ് കണ്ടീഷന്റെ കണ്ടുപിടിക്കണം, വിച്ച് ഇസ് dF2 by dP2 is equal to 0.012 P2 plus 8 ആണല്ലോ. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഇത് എഴുതിയെടുക്കണം. ഞാനിപ്പോ ബോർഡിൽ സ്ഥലം കുറവാണ്, സോ ഞാനിത് പലതും മായിച്ചിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എഴുതിയെടുക്കണേ. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ചെയ്താൽ ഇന്റഗ്രൽ dF2 by dP2 is equal to integral 0.012 P2 plus 8 P2 which is equal to F2 is equal to 6 P2 square plus 8 P2 plus C2 is F2. Okay, നമ്മുടെ ഫ്യൂൽ കോസ്റ്റ് F2 കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഓരോ എക്കണോമിക് ലോഡ് ഡിസ്പാച്ചിന്റെയും ഈക്വൽ ലോഡ് ഷെയറിംഗിന്റെയും ഫ്യൂൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് എന്ത് ചെയ്യണം? F1 F2 രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടില്ലേ? ഈ എക്കണോമിക് ലോഡ് ഷെയറിംഗ് ചെയ്തപ്പോൾ നമുക്കൊരു P1 കിട്ടി, P2 കിട്ടി. അതുപോലെ ഈക്വൽ ലോഡ് ഷെയറിംഗ് ചെയ്തപ്പോഴും നമുക്കൊരു P1 P2 കിട്ടി. ഇത് എന്ത് ചെയ്താൽ മതി?
at again economic the fuel cost in economic load sharing condition എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എഴുതി അവിടെ P1 ന്റെ വാല്യൂ ഏത് കൊടുക്കണം, എക്കണോമിക് ലോഡ് ഷെയറിംഗിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് F1 കണ്ടുപിടിക്കുക. ലൈക്ക് അതുപോലെ F2ന്റെ ഇക്വേഷനിലേക്ക് P2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടത്തെയും F2ന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. ഈ സെയിം പ്രോസസ് ഈക്വൽ ലോഡ് ഷെയറിംഗിലും ചെയ്യുക. ദിസ് ഇക്വേഷൻ ടേക്ക് ദിസ് ഇക്വേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് P1 ആസ് 375. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിലെ P2നും ഈക്വൽ ആയിരുന്നു, അതുകൊണ്ട് 375 തന്നെയാണ്, സെയിം വാല്യൂ ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത രണ്ടിന്റെയും ഫ്യൂൽ കോസ്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. ഞാൻ ഈ P1ഉം P2ഉം മേളിലേക്ക് എഴുതുന്നു എക്കണോമിക് ലോഡ് ഷെയറിങ്ങിന്റെ, ബാക്കിയൊക്കെ ഒന്ന് വായിച്ചോട്ടെ, എന്നാലേ എനിക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഈ കണ്ടീഷൻ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ള, എക്കണോമിക് ലോഡ് ഷെയറിംഗിൽ F1 is equal to 0.005 P1 square plus 11 P1 plus C1 കോൺസ്റ്റന്റ് പൊക്കോട്ടെ. at P1 is equal to എന്ത് കൊടുക്കണം, 272.72 മെഗാവാട്ട്. അതായത് ഈ P1നും ഇവിടത്തെ P1 സ്ക്വയറിനും ഇവിടത്തെ P1നും ഈ 272 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാണിക്കണോ? 0.005 272.72 the whole square plus 11 into 272.72 അല്ലെ, പ്ലസ് C1 കോൺസ്റ്റന്റ് അങ്ങനെ മെയിൻറ്റെയിൻ ആവും. അപ്പോ ഞാൻ ഓൾറെഡി എൻ്റെ ഡയറിയിൽ ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ നോക്കി എഴുതുന്നത്. 3371.897 പ്ലസ് C1 റുപ്പീസ് പെർ അവർ. റുപ്പീസ് പെർ അവർ എന്ത് കിട്ടി? നമ്മുടെ F1 കിട്ടി. അതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, F2 കണ്ടുപിടിക്കാൻ പോവാണ്. F2ന്റെ ഇക്വേഷൻ എന്താണ്? F2 ഈസ് ഈക്വൽ ടു 0.006 P2 സ്ക്വയർ പ്ലസ് 8 P2 plus C2 at P2 is equal to 477.272 അല്ലേ, 272. അത് ഈ P2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്കണോമിക് ലോഡ് ഷെയറിങ്ങിലുള്ള F1ഉം F2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ രണ്ട് സമ്മും കൂടി ആഡ് ചെയ്ത്, ഈ കിട്ടിയിട്ടുള്ള രണ്ട് ഫ്യൂലും കൂടെ നമ്മൾ ആഡ് ചെയ്ത് ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ് ഫോർ എക്കണോമിക് ലോഡ് ഷെയറിങ്ങിന്റെ തന്നെ. അപ്പൊ ഇതിനെ മായിച്ചിട്ട് എഴുതുക, ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് ഇൻ എക്കണോമിക് ലോഡ് ഷെയറിംഗ്. ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് ഇൻ എക്കണോമിക് ലോഡ് ഷെയറിംഗ്. ഈ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് നമുക്ക് വേണം കേട്ടോ. നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ഈ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ്, ഇതിൽ നിന്നാണ് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത് എക്കണോമിക്കും ഈക്വലും തമ്മിൽ. F1 പ്ലസ് F2 എക്കണോമിക് ലോഡ് ഷെയറിൽ 8556.818 റുപ്പീസ് പെർ അവർ ആണ്. ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ലോഡ് ഷെയറിംഗ് ചെയ്യുക. അതിന് ഈ രണ്ട് ഇക്വേഷൻസ് എടുക്കുക, ഈക്വലി ഡിവൈഡ് ചെയ്തപ്പോൾ 375 മെഗാവാട്ട് ഉണ്ടായിരുന്നു. ആ മെഗാവാട്ട് P1ഉം P2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് കണ്ടുപിടിക്കുക, ടോട്ടൽ ആഡ് ചെയ്യുക. സെയിം പ്രോസസ് തന്നെ ചെയ്താൽ മതി. ഞാൻ എഴുതിയിട്ട് കാണിക്കാം. ഓക്കെ, 0.005 P1 സ്ക്വയർ പ്ലസ് 11 P1 പ്ലസ് C1 അല്ലേ, കറക്റ്റ്. അറ്റ് P1 is equal to 375 മെഗാവാട്ട്. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നില്ല, ആൻസർ എഴുതാവേ, നിങ്ങൾ ചെയ്തോണേ. എനിക്ക് കിട്ടിയത് 4828. കാൽക്കുലേറ്റർ ചെയ്യണേ. 0.125 പ്ലസ് C1 റുപ്പീസ് പെർ അവർ. ഓക്കെ, അടുത്തതുപോലെ F2 ഇതും കിട്ടി. അപ്പോൾ ഈക്വൽ ലോഡ് ഒരു വൃത്തിയില്ല അല്ലേ, എന്തോ എഴുതി വെച്ചേക്കണം. എനിക്ക് അറിഞ്ഞൂടാ, കംപ്ലീറ്റ്ലി ഞാൻ എക്സോസ്റ്റ് ആയി പോകുന്നു. ഒരു ലെവലില്ല, എനിക്ക് ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതെന്താ ഞാൻ ഇത്രയും നീറ്റ്നെസ് ഇല്ലാണ്ട് എഴുതിയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ആൻസർ. F1ഉം F2ഉം എഴുതിയല്ലോ. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഈക്വൽ ലോഡ് ഷെയറിങ്ങിന്റെ സം കണ്ടുപിടിക്കണം. F1 പ്ലസ് F2 ആഡ് ചെയ്യുക, ആ കിട്ടുന്നതാണ് ഈക്വൽ ലോഡ് ഷെയറിങ്ങിന്റെ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ്. എന്നിട്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. റുപ്പീസ് പെർ അവർ നമ്മുടെ F1 പ്ലസ് F2 നമുക്ക് കിട്ടി ആണല്ലോ. ഇവിടുത്തെ ഈക്വൽ ലോഡ് ഷെയർ ചെയ്തപ്പോൾ F1 പ്ലസ് F2 കിട്ടി. ദെൻ സേവിങ്സ് എത്രയായിരിക്കും, ഫ്യൂൽ കോസ്റ്റ് സേവിങ്സ് എത്രയായിരിക്കും?
ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. 8671.875 പ്ലസ് C1 പ്ലസ് C2 മൈനസ് അടുത്തേതാ 8506.818 പ്ലസ് C1 പ്ലസ് C2. അപ്പോൾ ട്രാക്ക് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 115.057 rupees per hour ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് സേവിങ്സ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എക്കണോമിക് ലോ ഡിസ്പാച്ച് ഇത് മൂന്നാമത്തെ ന്യൂമറിക്കലാണ്. മൂന്ന് ടൈപ്പാണ്, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ളതാണ്. എല്ലാം ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാസ് സിസ്റ്റം 2-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ക്വസ്റ്റ്യൻസ് മൂന്നും പഠിച്ചിട്ട് പോവുക. ഇതിലേതെങ്കിലും രണ്ടെണ്ണം ഓറായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്സ് ഈ മൊഡ്യൂളിൻ്റെ എസ്സേയിൽ എടുക്കാൻ പറ്റും. സോ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദർശനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ, ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കോമെൻറ്റ് ചെയ്തോ. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. Then thank you.